കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന ലോഗോസ് ബൈബിൾ ക്വിസിന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആസ്ഥാനമായ POCയിൽ സമാപനം. ബൈബിൾ സൊസൈറ്റി ചെയർമാൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ലോഗോസ് ക്വിസ് എന്ന ബൃഹത്തായ സംരംഭത്തിന് തുടക്കം കുറിച്ച ബിഷപ്പ് ജോർജ് പുന്നക്കോട്ടിൽ, മുൻ ബൈബിൾ സൊസൈറ്റി ചെയർമാൻ ബിഷപ്പ് ജെയിംസ് ആനാപ്പറമ്പിൽ, സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഓരോരുത്തരുടെയും പേര് എടുത്ത് പറയാൻ പോയാൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ നേരം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ആദരണീയരായ വേദികരെ, ധർമ്മമായ സഹോദരരെ, വേദികരെ, സദസ്സിൽ വന്നിരിക്കുന്നതായ അച്ഛന്മാരെ, സ്റ്റേറ്റ്സ് സഹോദരന്മാരെ, സുകുമാർ അഴീക്കോട് എന്നൊരു പ്രഭാഷകനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതുന്ന വലിയ സാഹിത്യകാരനായിരുന്നു. അദ്ദേഹം പല മീറ്റിങ്ങുകൾക്കും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ദീർഘമായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുവാൻ എഴുന്നേറ്റുന്ന അവസരത്തിൽ അവർ ചോദിച്ചു, സാറ് എന്താ ഈയിടെ ക്ഷീണിച്ചു പോയല്ലോ, സാറേ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, എന്ത് പറ്റി ചോദിച്ചപ്പോൾ സുകുമാർ അഴീക്കോട് സാർ പറഞ്ഞത്, തന്നെപ്പോലുള്ളവരുടെ സ്വാഗത പ്രസംഗം സ്വാഗത പ്രസംഗം കേട്ട് ഞാൻ ക്ഷീണിച്ചു പോയി, അവശനായി പോയത്. എനിക്കങ്ങനെ തോന്നിപ്പോയി, അവശത തോന്നി. സ്വാഗത പ്രസംഗം തീർന്നപ്പോഴത്തേക്കും അവശനായി വീഴാൻ പോകുമെന്ന് എനിക്ക് തോന്നുകയായിരുന്നു. ഏതായാലും ഞാൻ വീണില്ല, കസേരയിലേക്ക് പിടിച്ചങ്ങിരിക്കുകയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഇനി പോയി. ഇപ്പോൾ നമ്മൾ ലോഗോസ് ക്വിസിൽ ജൂബിലി ആഘോഷിക്കുക, വരണം എന്ന് സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് വന്ന് നിർബന്ധിച്ചു. എനിക്ക് വരാനായിട്ട് പല മാർഗ്ഗം വരാതിരിക്കാൻ മാർഗ്ഗങ്ങളുണ്ടായിരുന്നു. ബൈബിൾ സൊസൈറ്റിയും ലോഗോസ് ക്വിസും കേരളത്തിന്റെ പ്രകാശമായി മാറുമെന്ന് പ്രതീക്ഷിച്ചതാണെന്ന് ലോഗോസ് ക്വിസ് ആരംഭിച്ച ബിഷപ്പ് ജോർജ് പുന്നക്കോട്ടിൽ പറഞ്ഞു. ജൂബിലി സ്മരണിക ലോഗോസ് 2025 ബിഷപ്പ് ജോസ് പുളിക്കൽ ജസ്റ്റിസ് കുര്യൻ ജോസഫിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. മുതൽ ലോഗോസ് ക്വിസ് വളർച്ചയുടെ മറ്റൊരു പടവ് പിന്നിടുകയായിരുന്നു. ലോകത്ത് എവിടെയിരുന്നും ലോഗോസ് ക്വിസ് ടെലിവിഷനിലൂടെ കാണുവാൻ ഫൈനൽ മത്സരങ്ങളും ഗ്രാൻഡ് ഫൈനലും ഗുഡ്നസ് TVയിലൂടെ സംപ്രേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 11 വർഷക്കാലം KCBC ബൈബിൾ കമ്മീഷനോട് ചേർന്ന് ലോകം മുഴുവനുമുള്ള പ്രേക്ഷകരിലേക്ക് ലോഗോസ് ക്വിസ് എത്തിച്ച ഗുഡ്നസ് TVക്ക് KCBC പ്രത്യേക ആദരവ് നൽകി. ലോഗോസ് ക്വിസ് പ്രോഗ്രാം ഡയറക്ടർ ഡിജോ ജോൺ അഭിവന്യ ജോസ് പുളിക്കൽ പിതാവിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങി. 2000 മുതൽ 2025 വരെ തുടർച്ചയായി 25 വർഷം ലോഗോസ് ക്വിസ് പരീക്ഷയിൽ പങ്കെടുത്ത 138 പേരെയും ചടങ്ങിൽ ആദരിച്ചു. 25 വർഷമായി ലോഗോസ് ക്വിസിന്റെ വിജയത്തിനായി പ്രയത്നിച്ച 88 പേരെ യോഗത്തിൽ പൊന്നാടയണിയിച്ചു. മുൻ ലോഗോസ് പ്രതിഭകളെയും ബൈബിൾ സൊസൈറ്റി അംഗങ്ങളെയും ട്രോഫികൾ നൽകി ആദരിച്ചു. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 400ഓളം പേർ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. KCBC ഡെപ്യൂട്ടി സെക്രട്ടറിമാരായ റവറൻഡ് ഫാദർ തോമസ് തറയിൽ, റവറൻഡ് ഫാദർ ജേക്കബ് പാലക്കാപ്പിള്ളി, ബൈബിൾ സൊസൈറ്റി സെക്രട്ടറിമാരായ റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് തയ്യിൽ, റവറൻഡ് ഡോക്ടർ സൈറസ് വേലംപറമ്പിൽ, റവറൻഡ് ഡോക്ടർ ജോഷി മയ്യാറ്റിൽ, റവറൻഡ് ഡോക്ടർ ജോൺസൺ പുതുശ്ശേരി, റവറൻഡ് ഡോക്ടർ ജോജു കൊക്കാട്, വൈസ് ചെയർമാൻമാരായ ജോൺസൺ, ജിസ്മോൻ, ആന്റണി പാലിമറ്റം, ജോയിന്റ് സെക്രട്ടറിമാരായ കൊച്ചുതെരേസ്യ സൈമൺ, സാബു, ജോസഫ് പന്തപ്ലാക്കൽ എന്നിവർ ജൂബിലി ആഘോഷ കമ്മിറ്റിക്ക് നേതൃത്വം നൽകി. സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ട്രഷറർമാരും ഒക്കെ ആയിരുന്നവര്, അങ്ങനെ ധാരാളം പേരുടെ കൂട്ടായ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ ലോകോത്തരമായ ബൈബിൾ ക്വിസ്, ലോഗോസ് ക്വിസ് എന്ന് പറയുന്നത്. കേരള കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം ലോഗോസ് ക്വിസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. അത് ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. എല്ലാ വർഷവും കൃത്യമായിട്ട്
നിശ്ചിത സമയത്ത് ഈ ലോഗോസ് ക്വിസ് നടക്കുന്നുണ്ട്. അപ്പോൾ 25 വർഷം നിഷ്ഠയോടുകൂടി അത് നടത്തുവാനും പടിപടിയായിട്ട് അത് വളർത്തിക്കൊണ്ടുവന്ന് ഇന്ന് കേരളത്തിൻ്റെ അതിരുകൾക്ക് പുറത്തേക്ക്, ഇവിടെ പിന്നെ പിതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ മലയാളികളുള്ള ഇടങ്ങളിലേക്കെല്ലാം, മറ്റ് സംസ്ഥാനങ്ങളിലേക്കും നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് പോലും ഇതിൻ്റെ പ്രകാശരശ്മികൾ എത്തിച്ചേരുവാനിടയായി എന്നുള്ളത് തന്നെ ഇത് ദൈവീകമായ ഒരു പ്രവൃത്തിയാണ് എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇതുവരെയും അഹോരാത്രം പ്രവർത്തിച്ച എല്ലാവരെയും ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ POC പരിഷ്കരിച്ച പതിപ്പിന്റെ ബൈബിളും ജൂബിലി മൊമെന്റോയും എല്ലാവർക്കും സമ്മാനമായി നൽകി. ലോഗോസ് ക്വിസിന്റെ വ്യാപനം ജനഹൃദയങ്ങളിൽ നന്മ നിറയ്ക്കാൻ സാധിച്ചുവെന്നും കേരള സഭയുടെ മുഖമുദ്രയായി ലോഗോസ് ക്വിസ് വളർന്നുവെന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് എടുത്തു പറഞ്ഞു. കാരണം നമുക്ക് ഈ മെസ്സഞ്ചറും മെസ്സേജും ഒന്നാണ്. അതാണ് ഈ വചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വചനത്തിൽ മെസ്സഞ്ചറും മെസ്സേജും ഒന്നാണ്. വചനം പ്രഘോഷിക്കുന്നവനും വചനം വ്യാഖ്യാനിക്കുന്നവനും വചനം വിളമ്പുന്നവനും വചനം ജീവിക്കുന്നവനും സന്ദേശം തന്നെയാണ്, മെസ്സേജാണ്. അപ്പം ഇതിനെക്കുറിച്ച് സുകുമാരനോട് പറഞ്ഞതാണ്, അകലെ നിന്ന് പൂജിക്കുന്ന പല വിഗ്രഹങ്ങളും അടുത്തു വരുമ്പോൾ ഉടഞ്ഞു പോകുന്ന പരമദയനീയമായ കാഴ്ചയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുരന്തം. അകലെ നിന്ന് പൂജിക്കുന്ന പല വിഗ്രഹങ്ങളും അടുത്തു വരുമ്പോൾ ഉടഞ്ഞു പോകുന്ന പരമദയനീയമായ കാഴ്ചയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുരന്തം. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പറയുന്നതൊന്നും ജീവിച്ച് കാണുന്നില്ല. ഗാന്ധിജി നിങ്ങൾക്കറിയാവുന്ന മാതിരി ഒരു ഓൾമോസ്റ്റ് ക്രിസ്ത്യാനിയാകും പോയ ആളാണ്. ഡോക്ടർ അംബേദ്കർ, ഭരണഘടനാ ശില്പി, ഇപ്പം നമ്മൾ ജന്മദിനം ആഘോഷിച്ചോളൂ. 2 ജയന്തി ഭാരതത്തിൽ ആഘോഷിച്ചു, ഗാന്ധി ജയന്തി, അംബേദ്കർ ജയന്തി. അദ്ദേഹം ഈ മനുഷ്യരിലുണ്ട്, വേറെ അദ്ദേഹം ഓൾമോസ്റ്റ് ക്രിസ്ത്യാനിയാകും പോയ ആളാണ്. ഗാന്ധിജി പറഞ്ഞ ഒന്നാമത്തെ ഉദാഹരണം, ക്രിസ്തുവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ക്രിസ്ത്യാനി എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. കാരണം ദർസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ക്രിസ്തു ആൻഡ് ക്രിസ്ത്യാനി. അംബേദ്കർ പറഞ്ഞു, ഈ ക്രിസ്തു മതത്തിൻ്റെ പ്രിൻസിപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ക്രിസ്തു മതത്തിൻ്റെ ജീവിതം എനിക്ക് പൊരുത്തപ്പെടാനും ഇഷ്ടപ്പെടാനും പറ്റില്ല. കാരണം ഇവിടെയും ഒരു വർഗം ഞാൻ കാണുന്നു, വ്യത്യാസങ്ങൾ കാണുന്നു, ഒരു ഐക്യമോ അങ്ങനെയുള്ള ഒരു വർഗരാഹിത്യമോ കാണുന്നില്ല. അദ്ദേഹം ഒരുപാട് ഈ വർഗരാഹിത്യത്തോട് അങ്ങനെ അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പോകുന്നു. ഞാനിത് 2 സൂചിപ്പിക്കാൻ കാരണം, ഞാൻ 2 മിനിറ്റ് കൊണ്ട് എടുക്കുള്ളൂ. 2 സൂചിപ്പിക്കാൻ കാരണം, നമ്മുടെ ദൈവവചന പഠനത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ കത്തോലിക്ക സഭ ഒഴിച്ച് ബാക്കി എല്ലാ സഭകളിലും നിങ്ങൾ പങ്കെടുത്തതെന്ന് അറിയാൻ പറ്റും. അവർ ഈ ലേഖനമോ സുവിശേഷമോ വായിക്കുമ്പോൾ അവർ പറയുന്നത് പാഠം 1, പാഠം 2, പാഠം 3 എന്നാ പറയുള്ളൂ. നമ്മളാണ് പറയുന്നത് സുവിശേഷം എന്നൊക്കെ പറയുന്നുള്ളൂ. അപ്പം ലത്തീൻ ആരാധന ക്രമത്തിൽ മത്തായി എഴുതിയ, മർക്കോസ് എഴുതിയ, യോഹന്നാൻ എഴുതിയ, ലൂക്ക എഴുതിയ, യോഹന്നാൻ എഴുതിയ ഓരോ വർഷവും കൂടുതൽ വ്യക്തികൾ ലോഗോസ് ക്വിസിലേക്കും അതിലൂടെ ദൈവവചനത്തിലേക്കും ദൈവത്തിലേക്കും ആകർഷിക്കപ്പെടുന്നുവെന്നും നന്മയുള്ള സമൂഹമായി വളരാൻ സഹായിക്കുന്നുവെന്നും ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ജൂബിലിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ ലോഗോസ് ജൂബിലി പ്രമേയ ഗാനം യോഗത്തിൽ അവതരിപ്പിച്ചു. പ്രായഭേദമന്യേ കൊച്ചുകുട്ടികളെയും യുവജനങ്ങളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ലോഗോസ് ക്വിസ് ഇനിയും ജനലക്ഷങ്ങളെ സ്വാധീനിച്ച് 50 വർഷവും 100 വർഷവും പിന്നിടുവാൻ സാധിക്കട്ടെയെന്ന് സെക്രട്ടറി ജോജു കൊക്കാട്ടച്ചൻ തന്റെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെയും സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെയും വളർച്ചയുടെ സ്വാധീനത്തിലുള്ള ഈ കാലഘട്ടത്തിലെ തലമുറയ്ക്കനുസൃതമായി ലോഗോസ് ക്വിസിന്റെ രൂപവും ഭാവവും മാറാനുള്ള ആഹ്വാനമാണ് ജൂബിലി ആഘോഷത്തിന് മുന്നോടിയായി നടത്തപ്പെട്ട ജൂബിലി സെമിനാറിൽ ബിഷപ്പ് ജെയിംസ് ആനാപ്പറമ്പിൽ പങ്കുവച്ചത്. 2026 ലോഗോസിന്റെ പോസ്റ്റർ റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് തയ്യിൽ VC പ്രകാശനം ചെയ്തു. ദൈവപരിപാലനയിൽ ആരംഭിച്ച ലോഗോസ് ക്വിസ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുവെന്ന് അറിയുന്നതിൽ സന്തോഷമുള്ളതായി റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് തയ്യിൽ VC പറഞ്ഞു. ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്രിസ്തു ജയന്തി 2000-ഓടനുബന്ധിച്ച് ആരംഭിച്ച ലോഗോസ് ക്വിസ് 25 വർഷം പിന്നിട്ടു. ദൈവ പരിപാലനയിൽ ആരംഭിച്ച ഈ ബൈബിൾ ക്വിസ്
ദൈവ പരിപാലനയിൽ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതിന് അനുവാദം നൽകിയ കേരള കത്തോലിക്ക ബിഷപ്സ് കൗൺസിലിലെ അന്നത്തെ അഭിമന്യ പിതാക്കന്മാരെ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ആരംഭത്തില് അങ്ങേയറ്റം സഹകരിച്ച POCയിലെ അന്ന് ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും സ്റ്റാഫ് അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ എല്ലാ രൂപതയിലെയും ബൈബിൾ അപ്പോസ്തലിക് ഡയറക്ടേഴ്സ്, ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദിയോടെ ആദ്യമായിട്ട് ഓർക്കുന്നു. 1,00,000-ൽ കൂടുതൽ ആളുകളെ ഞങ്ങൾ അന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ആദ്യത്തെ വർഷം തന്നെ 1,24,000-ൽ പരം ആളുകൾ